ഖുർആന്റെ അമാനുഷികത. അള്ളാഹു അവന്റെ പ്രവാചകനു അവതരിപ്പിച്ചു കൊടുത്ത വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് മുഖേന അവൻ അത് അവതരിപ്പിച്ചു. ദൗത്യം എത്തിച്ചു കൊടുക്കുക എന്നല്ലാതെ ജിബ്രീലിന് എന്നല്ല മറ്റാർക്കും തന്നെ അതിൽ യാതൊരു പങ്കുമില്ല. ഖുർആൻ ദൈവിക ഗ്രന്ഥമാണെന്നുള്ളതിന് അധിക തെളിവുകളൊന്നും ആരായേണ്ടതില്ല. അതിൽ തന്നെ അടങ്ങിയിട്ടുള്ള 2-3 സൂക്തങ്ങൾ അഥവാ ആയത്തുകൾ മതിയാകും. മനുഷ്യരും ജിന്നുകളും എല്ലാം കൂടിച്ചേർന്നാലും അവർ പരസ്പരം സഹായ സഹകരണങ്ങൾ ചെയ്താലും അതുപോലെയുള്ള ഒരു ഗ്രന്ഥം കൊണ്ടുവരുവാൻ സാധ്യമല്ല എന്ന് ബനു ഇസ്രായേൽ എന്ന അധ്യായത്തിൽ 88-ാം വചനത്തിൽ ഖുർആൻ ഖണ്ഡിതമായി പ്രസ്താവിച്ചിരിക്കുന്നു. അറബി സാഹിത്യത്തിന്റെ പരമകാഷ്ഠ പ്രാപിച്ചിരുന്ന സാഹിത്യ കേസരികളാൽ നിബിഡമായിരുന്ന ഖുറൈശികൾക്കാകട്ടെ മറ്റേതെങ്കിലും പടുതര വിദഗ്ധന്മാർക്കാകട്ടെ ഒറ്റയായോ കൂട്ടായോ ഈ പ്രഖ്യാപനത്തെ എതിരിടുവാൻ കഴിഞ്ഞില്ല. മുഴുവനുമില്ലെങ്കിൽ അതിലെ അധ്യായങ്ങളെ അഥവാ സൂറത്തുകളെപ്പോലെ ഒരു 10 അധ്യായമെങ്കിലും കൊണ്ടുവരട്ടെ. ഇല്ലാത്ത പക്ഷം അതു ദൈവിക ഗ്രന്ഥമാണെന്ന് അവർ മനസ്സിലാക്കിക്കൊള്ളട്ടെ എന്നും അള്ളാഹു അവർക്ക് ആഹ്വാനം നൽകി. അധ്യായം ഹൂദ് 13-ാമത്തെ വചനത്തിലെ ഈ ആഹ്വാനവും നേരിടുവാൻ ആളുകളുണ്ടായില്ല. ഖുർആൻ വീണ്ടും ഒരധ്യായമെങ്കിലും സൃഷ്ടിക്കാൻ അവരെ വെല്ലുവിളിച്ചു. നിങ്ങൾക്കു ഈ ഖുർആനെപ്പറ്റി വല്ല സംശയവുമുണ്ടെങ്കിൽ ഇതിലെ അധ്യായം പോലെ ഒരു അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരുവീൻ. അള്ളാഹു അല്ലാതെയുള്ള നിങ്ങളുടെ സഹായകന്മാരെ മുഴുവനും അതിനായി ക്ഷണിച്ചുകൊള്ളുകയും ചെയ്യുവീൻ. ഒരിക്കലും നിങ്ങൾക്കത് സാധ്യമല്ലെന്ന് അസന്നിഗ്ധമായ ഭാഷയിൽ അതോടൊപ്പം തന്നെ അത് ഉറപ്പിച്ചു പറയുകയും ചെയ്തു. അധ്യായം അൽ ബഖറ വചനം 23. ഈ വചനങ്ങളെല്ലാം അന്നു തൊട്ട് ഇന്നോളം അഥവാ 1400 കൊല്ലങ്ങളോളമായി ഖുർആനിൽ ആവർത്തിച്ചു വായിക്കപ്പെടുന്നു. ഏതൊരു കെങ്കേമനും ഈ ആഹ്വാനത്തെ നേരിട്ട് ജയഭേരി അടിക്കുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല, ഇനി കഴിയുന്നതുമല്ല. ഒരു സൂചിമുനയോളമെങ്കിലും വിടവു കണ്ടാൽ അത് ഉപയോഗപ്പെടുത്തുവാൻ വെമ്പൽ കൊള്ളുന്ന അന്നത്തെ ശത്രുക്കളാകട്ടെ, കഴിവിലും സാമർഥ്യത്തിലും അവരെ കവച്ചുവെക്കുന്ന മറ്റേതെങ്കിലും ജനതയാകട്ടെ, അങ്ങനെ ഒരു സംരംഭത്തിനു മുന്നോട്ടു വരുവാൻ ധൈര്യപ്പെട്ടതായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല. അക്ഷരജ്ഞാനത്തിന്റെ പ്രാഥമിക പാഠങ്ങൾ പോലും ലഭിച്ചിട്ടില്ലാത്ത ഒരു മനുഷ്യൻ അഥവാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി 40 വർഷത്തോളം അതേ നിലയിൽ സ്വജനങ്ങൾക്കിടയിൽ കഴിഞ്ഞുകൂടിയ ശേഷം പെട്ടെന്നൊരു ദിവസം മുതൽ ഇത്തരത്തിലുള്ള ഒരു ഗ്രന്ഥം ഓതിക്കേൾപ്പിക്കുവാൻ തുടങ്ങിയിരിക്കുകയാണ് എന്നറിയുന്ന ഏതൊരാൾക്കും വിശുദ്ധ ഖുർആൻ ഒരു ദിവ്യഗ്രന്ഥമാണെന്ന് മനസ്സിലാക്കുവാൻ വേറെ ലക്ഷ്യം അന്വേഷിക്കേണ്ടതില്ല. അതിനു സമാനമായ ഒരു ഗ്രന്ഥമോ അധ്യായമോ കൊണ്ടുവരുവാൻ സൃഷ്ടികൾക്കു സാധ്യമല്ലെന്ന് പറയുന്നത് അതിൻ്റെ ഏതു വശത്തെ ആസ്പദമാക്കിയാണ്? അഥവാ ഖുർആന്റെ അമാനുഷികത നിലകൊള്ളുന്നത് ഏതു വശത്തിലൂടെയാണ്? ഈ ചോദ്യത്തിന് വ്യക്തവും ക്ലിപ്തവുമായ ഒരു മറുപടി പറയുക സാധ്യമല്ല. താഴെ കാണുന്നത് പോലെയുള്ള പല വസ്തുതകളാണ് അതിന് കാരണമായി നിലകൊള്ളുന്നതെന്ന് സാമാന്യമായി പറയാം. 1. നിത്യനൂതനവും അനുപമവുമായ വാചകശൈലിയും ഘടനാരൂപവും. 2. പ്രത്യേക തരത്തിലുള്ള പ്രതിപാദന രീതി. 3. അക്ഷരജ്ഞാനമോ വേദഗ്രന്ഥ പരിചയമോ ഇല്ലാത്ത ഒരാൾ മുൻകാല ചരിത്ര സംഭവങ്ങളും മുൻ വേദഗ്രന്ഥങ്ങളുടെ സത്യതയെ സ്ഥാപിക്കുന്ന തത്വസിദ്ധാന്തങ്ങളും ഓതിക്കേൾപ്പിക്കുന്നത്. 4. ഭാവി കാര്യങ്ങളെ സംബന്ധിച്ച പ്രവചനങ്ങളും അവ ശരിയായി പുലർന്നു വരുന്നതും. 5. സാഹിത്യരംഗത്തും അലങ്കാരരംഗത്തുമുള്ള അത്യുന്നത നിലപാട്. അറബി സാഹിത്യശാസ്ത്രം, അലങ്കാരശാസ്ത്രം മുതലായവ ഉടലെടുത്തതു തന്നെ ഖുർആനെ ആധാരമാക്കിയാണ്. 6. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വിപുല വിശാലമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നത്. 7. അദൃശ്യ കാര്യങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ. 8. സരളവും ഹൃദ്യവുമായ വാചകഘടന. 9. വായിക്കുവാനും കേൾക്കുവാനും കൗതുകം തോന്നിക്കുന്ന വശ്യശക്തി. 10. ഇടകലർന്നുകൊണ്ടുള്ള വിവിധ വൈജ്ഞാനിക വിഷയക്രമങ്ങൾ എന്നിങ്ങനെ പലതും കൂടിയാണതിന് കാരണമെന്ന് മൊത്തത്തിൽ പറയാം. ഒരു കാര്യം ഇവിടെ ഓർക്കേണ്ടതുണ്ട്. അറബി ഭാഷ അറിയാത്തവന് ഖുർആന്റെ ശബ്ദരസം ആസ്വദിക്കുവാനല്ലാതെ മറ്റൊന്നിനും കഴിയുകയില്ലെന്ന് സ്പഷ്ടമാണ്. എന്നാൽ അറബി ഭാഷ അത്യാവശ്യം അറിഞ്ഞതുകൊണ്ടും ആധുനിക അറബി സാഹിത്യത്തിൽ കുറച്ചൊക്കെ പരിചയം ലഭിച്ചതുകൊണ്ടും ഖുർആന്റെ സാഹിത്യ വൈഭവം മനസ്സിലാക്കുവാൻ സാധിക്കുമെന്ന് കരുതുന്നത് ശരിയല്ല. ഖുർആന്റെ സാഹിത്യ വൈഭവമെന്ന് മാത്രമല്ല, അതിൻ്റെ സിദ്ധാന്തങ്ങൾ പോലും വേണ്ടതുപോലെ ഗ്രഹിക്കുവാൻ അതുകൊണ്ട് മതിയാവുകയില്ല. ഖുർആൻ അവതരിച്ച കാലത്തെ ഭാഷാ പ്രയോഗങ്ങളും സാഹിത്യ പ്രയോഗങ്ങളും എത്ര കണ്ട് പരിചയപ്പെടുന്നുവോ അതനുസരിച്ചായിരിക്കും
ഖുർആന്റെ സവിശേഷ മഹത്വങ്ങൾ മനസ്സിലാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ളവർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിരുന്നത്ര പിൽക്കാലത്തുള്ളവർക്ക് ഖുർആന്റെ രഹസ്യങ്ങൾ കണ്ടെത്തുവാൻ സാധ്യമല്ല തന്നെ. പക്ഷേ ചില വ്യക്തികൾക്ക് ചില സന്ദർഭങ്ങളിൽ മുൻകാലക്കാരായ പലരെക്കാളും കവിഞ്ഞ നിലക്കുള്ള വല്ല കഴിവും അള്ളാഹു നൽകിക്കൂടാ എന്നില്ല. ഖുർആന്റെ കടുത്ത ശത്രുക്കളായിരുന്ന ചിലർ പോലും അതിലെ വചനങ്ങൾ കേട്ട മാത്രയിൽ ഞെട്ടിപ്പോകുകയും പെട്ടെന്ന് മാനസാന്തരപ്പെടുകയും ചെയ്ത പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. മഹാധീരനായ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ വിശ്വസിക്കുവാൻ കാരണമായത് അദ്ദേഹം ഖുർആൻ കേട്ടതായിരുന്നുവല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഠിന ശത്രുവായ ഉത്ബത്ത് ഖുറൈശികളുടെ പ്രാതിനിധ്യം വഹിച്ചുകൊണ്ട് വല്ല വിധേനയും തിരുമേനിയെ വശീകരിക്കുകയോ തർക്കിച്ചു ജയിക്കുകയോ ചെയ്യാമെന്ന വിചാരത്തോടെ തിരുമേനിയെ സമീപിക്കുകയുണ്ടായി. ഉത്ബയുടെ വാക്കുകൾ കേട്ട ശേഷം തിരുമേനി ഹാമീം സജദയിലെ ആദ്യ വചനങ്ങൾ ഓതിക്കേൾപ്പിച്ചു. അതു കേട്ട് വശ്യനായ ഉത്ബത്ത് മടങ്ങിവന്ന് തൻ്റെ ആൾക്കാരോട് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: ഞാൻ മുഹമ്മദിന്റെ പക്കൽ നിന്ന് കേട്ട ആ വാക്യങ്ങൾ കവിതയല്ല, ജ്യോത്സ്യവുമല്ല, ജാലവുമല്ല. നിശ്ചയമായും അതിന് എന്തോ മഹത്തായ ഒരു ഭാവിയുണ്ട്. ഇങ്ങനെയുള്ള വേറെയും സംഭവങ്ങൾ ചരിത്രത്തിൽ കാണാം. ഏറ്റവും വലിയ ദൃഷ്ടാന്തം നബിമാരുടെ നുബുവത്തും റിസാലത്തും അഥവാ പ്രവാചകത്വവും ദിവ്യ ദൗത്യവും സ്ഥാപിക്കുന്നതിനും ബലപ്പെടുത്തുന്നതിനും വേണ്ടി അവരുടെ കൈക്ക് അള്ളാഹു ചില മുഅ്ജിസത്തുകൾ അഥവാ അമാനുഷിക ദൃഷ്ടാന്തങ്ങളും അസാധാരണ സംഭവങ്ങളും വെളിപ്പെടുത്താറുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ വടി, സാലിഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒട്ടകം മുതലായവയും മാറാവ്യാധികൾ സുഖപ്പെടുത്തുക, മണ്ണുകൊണ്ട് കുരുവികളുണ്ടാക്കി ഊതിപ്പറപ്പിക്കുക മുതലായി ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കൈക്ക് വെളിപ്പെട്ടിരുന്നതും പ്രസ്തുത ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടവയത്രേ. അതാത് കാലദേശങ്ങളിലുള്ള ജനങ്ങളുടെ പക്വതയ്ക്കും പരിതസ്ഥിതികൾക്കും അനുസരിച്ച വിധത്തിലായിരുന്നു നബിമാരിൽ നിന്ന് അവ പ്രത്യക്ഷപ്പെട്ടിരുന്നത്. ഖുർആനിൽ ഇതിന് ധാരാളം തെളിവുകളുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ കൈക്കും ഇതുപോലെ പല ദൃഷ്ടാന്തങ്ങൾ വെളിപ്പെടുകയുണ്ടായിട്ടുണ്ട്. മുൻകാല ചരിത്ര സംഭവങ്ങൾ വിവരിക്കാറുള്ളതുപോലെ അത്ര വ്യക്തവും വിശദവുമായ രൂപത്തിൽ വർത്തമാനകാല സംഭവങ്ങളെപ്പറ്റി ഖുർആൻ പ്രസ്താവിക്കാറില്ലെന്ന് മുമ്പ് പറഞ്ഞുവല്ലോ. അക്കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈക്ക് പ്രത്യക്ഷപ്പെട്ട അത്തരം ദിവ്യ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ഖുർആൻ അധികമൊന്നും പ്രസ്താവിക്കാറില്ല. എങ്കിലും ഹദീസു ഗ്രന്ഥങ്ങൾ വഴിയും ചരിത്ര ഗ്രന്ഥങ്ങൾ വഴിയും അതിന് ധാരാളം ഉദാഹരണങ്ങളും വേണ്ടത്ര തെളിവുകളും ലഭിക്കുന്നതാണ്. എന്നാൽ ഇങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങളൊന്നും തന്നെ നബിമാരുടെ ഇച്ഛയനുസരിച്ചോ അവർ ആവശ്യപ്പെടുമ്പോഴോ ഉണ്ടാകുന്നതല്ല. അള്ളാഹു ഉദ്ദേശിക്കുന്നത് അവൻ ഉദ്ദേശിക്കുമ്പോൾ മാത്രം അവരുടെ കൈക്ക് അവൻ വെളിപ്പെടുത്തുന്നു. അള്ളാഹു പറയുന്നു: ഒരു റസൂലിനും അള്ളാഹുവിൻ്റെ സമ്മതപ്രകാരമല്ലാതെ യാതൊരു ദൃഷ്ടാന്തവും കൊണ്ടുവരുവാൻ നിവൃത്തിയില്ല. അദ്ധ്യായം അർ-റഅദ് വചനം 38. ഈ വിധത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ അതാത് നബിമാരുടെ കാലശേഷം നിലനിൽക്കത്തക്കവണ്ണം അവശേഷിക്കാറുമില്ല. അവരുടെ കാലം കഴിയുന്നതോടുകൂടി അവയും അവസാനിച്ചു പോകുന്നതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി അന്ത്യപ്രവാചകനാണ്. അവിടുന്ന് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ലോകാവസാനം വരെയുള്ള എല്ലാ ജനങ്ങൾക്കും റസൂലായിക്കൊണ്ടുമാണ്. അവിടുത്തെ ജനതയാകട്ടെ സാഹിത്യ നിപുണന്മാരുമായിരുന്നു. ഭാവി തലമുറകളാണെങ്കിൽ ബുദ്ധിയിലും ശാസ്ത്രവിജ്ഞാന രംഗങ്ങളിലും മുന്നേറിക്കൊണ്ടിരിക്കുകയുമാണ്. ഈ പരിതസ്ഥിതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈക്ക് വെളിപ്പെടുന്ന ഏറ്റവും വലിയ ദൃഷ്ടാന്തം ലോകാവസാനം വരെ നിലനിൽക്കുന്നതും ഏതു കാലത്തും ദൈവിക ദൃഷ്ടാന്തമാണെന്ന് നിഷ്പക്ഷ ബുദ്ധികൾ വിധി കൽപ്പിക്കുന്നതുമായിരിക്കണമല്ലോ. ആകയാൽ മറ്റേത് നബിമാരുടെ ദൃഷ്ടാന്തങ്ങളെക്കാളും എന്നുവേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈക്കു തന്നെ വെളിപ്പെട്ട ഇതര ദൃഷ്ടാന്തങ്ങളെക്കാളും ഏറ്റവും മഹത്തായ ദിവ്യ ദൃഷ്ടാന്തമത്രേ വിശുദ്ധ ഖുർആൻ. ഈ യാഥാർത്ഥ്യം ഒരു വചനത്തിൽ തിരുമേനി ഇപ്രകാരം വെളിപ്പെടുത്തുന്നു: അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിനൽ അംബിയാഇ നബിയ്യുൻ ഇല്ലാ ഉഅ്തിയ മാ മിത്ലുഹു ആമന അലൈഹിൽ ബശർ വഇന്നമാ കാന അല്ലദീ ഊതീതു വഹ്യൻ ഔഹാഹു അല്ലാഹു ഇലയ്യ ഫഅർജു അൻ അകൂന അക്തറഹും താബിഅൻ യൗമൽ ഖിയാമ. അൽ ബുഖാരി. സാരം: മനുഷ്യർക്ക് വിശ്വസിക്കുവാൻ വേണ്ടുന്നത്ര ദൃഷ്ടാന്തങ്ങൾ നൽകപ്പെട്ടിട്ടില്ലാത്ത ഒരു നബിയും ഇല്ല തന്നെ. എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നത് അള്ളാഹു എനിക്ക് തന്നിട്ടുള്ള വഹ്യു തന്നെയാകുന്നു. അതുകൊണ്ട് ഖിയാമത്ത് നാളിൽ
ഞാൻ അവരെക്കാൾ പിൻഗാമികൾ ഉള്ളവനായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബുഖാരി. വഹയി കൊണ്ട് ഇവിടെ പ്രധാനമായും ഉദ്ദേശ്യം വിശുദ്ധ ഖുർആനാണെന്ന് പറയേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ പ്രവാചകത്വം സ്ഥാപിക്കുന്നതിനുള്ള പ്രത്യേക ദൃഷ്ടാന്തം ഖുർആൻ മാത്രമാണെന്ന് പറയുമ്പോൾ തിരുമേനിയുടെ കൈക്ക് വേറെ യാതൊരു അമാനുഷിക സംഭവവും വെളിപ്പെടുകയുണ്ടായിട്ടില്ല എന്ന് അതിനർത്ഥമില്ല. പക്ഷേ അവയൊന്നും ഖുർആനെപ്പോലെ ശത്രുക്കളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ദൃഷ്ടാന്തങ്ങൾ അഥവാ ആയാതു തഹദ്ദ ആയിരുന്നില്ല. അവ അവിടുത്തെ പ്രവാചകത്വത്തെ ബലപ്പെടുത്തുന്ന സംഭവങ്ങൾ അഥവാ അൽ മുഅയ്യിദാത്ത് മാത്രമായിരുന്നു. മറ്റൊരു പ്രകാരത്തിൽ പറഞ്ഞാൽ മൂസാ നബി അലൈഹിസ്സലാമിന് അദ്ദേഹത്തിന്റെ കൈയും വടിയും, സ്വാലിഹ് നബി അലൈഹിസ്സലാമിന് ഒട്ടകവും ശത്രുക്കളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള പ്രവാചകത്വ ദൃഷ്ടാന്തങ്ങളായിരുന്നു. അവ ബാഹ്യദൃഷ്ടി കൊണ്ട് തന്നെ മനസ്സിലാക്കാവുന്ന ദൃഷ്ടാന്തങ്ങൾ ആയിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ പ്രവാചകത്വം സ്ഥാപിക്കുന്നതിന് നിശ്ചയിക്കപ്പെട്ടത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാവുന്ന ദൃഷ്ടാന്തമായിരുന്നു. അതത്രേ ഖുർആൻ. മുൻ പ്രവാചകന്മാരുടേതുപോലുള്ള ദൃഷ്ടാന്തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കു നൽകപ്പെടാത്തതിന്റെ കാരണം സൂറത്ത് ഇസ്രാ 59-ാം വചനത്തിൽ അള്ളാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ദൃഷ്ടാന്തങ്ങളുമായി അയക്കുന്നതിനു നമ്മെ തടസ്സം ചെയ്തത് മുൻ സമുദായങ്ങൾ അവയെ വ്യാജമാക്കിയതല്ലാതെ മറ്റൊന്നുമല്ല. സമൂദ് ഗോത്രത്തിനു കണ്ടറിയത്തക്ക ഒരു ദൃഷ്ടാന്തമായി ഒട്ടകത്തെ നാം നൽകി. എന്നിട്ട് അവർ അതിനോട് അക്രമം പ്രവർത്തിച്ചു. ഭയപ്പെടുത്തുവാനല്ലാതെ നാം ദൃഷ്ടാന്തങ്ങളുമായി അയക്കാറില്ല. മുൻ സമുദായങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങൾ നൽകിയിട്ട് അവർ അവയെ വ്യാജമാക്കുകയും അങ്ങനെ അള്ളാഹുവിങ്കിൽ നിന്നുള്ള പൊതുശിക്ഷയ്ക്ക് അവർ പാത്രീഭവിക്കുകയും ചെയ്തു. അതിനൊരു ഉദാഹരണമാണ് സമൂദ് ജനത. പ്രത്യക്ഷത്തിൽ കണ്ടു മനസ്സിലാക്കാവുന്ന ഒരു ദൃഷ്ടാന്തമായിരുന്നു അവർക്ക് നൽകപ്പെട്ട ഒട്ടകം. എന്നിട്ടും അവർ അവരുടെ പ്രവാചകനായ സാലിഹ് അലൈഹിസ്സലാം നബിയെയും ആ ദൃഷ്ടാന്തത്തെയും വ്യാജമാക്കുകയാണ് ചെയ്തത്. അവർ ഒട്ടകത്തെ ആക്രമിച്ചും ശിക്ഷയ്ക്കു വിധേയരായി. പ്രത്യക്ഷ ദൃഷ്ടാന്തങ്ങൾ അയക്കുന്നത് ബുദ്ധി കുറഞ്ഞ ജനങ്ങളിൽ ഭീതിയും സംഭ്രമവും ജനിപ്പിച്ച് അവരെ സത്യത്തിലേക്ക് വരുത്തുവാൻ വേണ്ടിയാണ് താനും. ബുദ്ധിയും ചിന്താശക്തിയുമുള്ളവർക്ക് അത്തരം ദൃഷ്ടാന്തങ്ങളുടെ ആവശ്യമില്ല. ബുദ്ധിപരമായ ദൃഷ്ടാന്തങ്ങളായിരിക്കും അവർക്ക് യോജിച്ചത് എന്നൊക്കെയാണ് ഈ വചനം മുഖേന അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരുന്നത്. സൂറത്ത് ഇസ്രായിലെ ഈ ഖുർആൻ വചനം തെളിവാക്കിക്കൊണ്ട് ചില തൽപര കക്ഷികളും പുരോഗമനത്തിന്റെ പേരിൽ ഖുർആൻ വചനങ്ങൾക്ക് പുത്തൻ വ്യാഖ്യാനം തേടിപ്പിടിക്കുന്ന ചില ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ ഖുർആൻ ഒഴിച്ചുള്ള എല്ലാ മുഅ്ജിസത്തുകളെയും നിഷേധിക്കാറുണ്ട്. ഖുർആനും ഹദീസിനും ഇസ്ലാമിക ചരിത്ര ലക്ഷ്യങ്ങൾക്കും തികച്ചും എതിരായ ഈ വാദത്തിന് ഈ വചനത്തിൽ യാതൊരു ന്യായീകരണവുമില്ലെന്ന് അതിലെ വാചകങ്ങൾ കൊണ്ട് തന്നെ മനസ്സിലാക്കാം. മുഅ്ജിസത്ത് എന്ന വാക്ക് ഖുർആനിൽ ഉപയോഗിക്കാറില്ല. ആയത്ത് എന്നാണ് അത് ഉപയോഗിക്കാറുള്ളത്. ഇതിന്റെ ബഹുവചനമാണ് ഈ വചനത്തിലും മറ്റും കാണുന്ന ആയാത്ത് എന്ന വാക്ക്. അടയാളം, ദൃഷ്ടാന്തം, ലക്ഷ്യം എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം. മുഅ്ജിസത്തിന്റെ ഇനത്തിൽപ്പെട്ടതും അല്ലാത്തതുമായ പലതരം ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചും ഖുർആനിൽ ആയത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത് കാണാം. ഉദാഹരണം 2-ാം അധ്യായം 164, 252, 259, 13-ാം അധ്യായം വചനം 1, 19-ാം അധ്യായം വചനം 10, 21, 24-ാം അധ്യായം 18, 26-ാം അധ്യായം 128 മുതലായവ നോക്കുക. അക്കൂട്ടത്തിൽ നബിമാരുടെ പ്രവാചകത്വം സ്ഥാപിക്കുന്നതിനുള്ള പ്രത്യക്ഷ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചും അത് ആയത്ത് എന്ന് പറഞ്ഞിരിക്കുന്നു. മൂസ അലൈഹിസ്സലാം നബിയെ റസൂലായി നിയോഗിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കൈയും വടിയും അദ്ദേഹത്തിന്റെ സത്യതയ്ക്കുള്ള പ്രത്യേക ദൃഷ്ടാന്തമായി അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തതിനെപ്പറ്റി സൂറത്ത് ത്വാഹ 23-ലും സ്വാലിഹ് നബി അലൈഹിസ്സലാമിന്റെ സമുദായമായ സമൂദ് ഗോത്രം അദ്ദേഹത്തിന്റെ സത്യതയ്ക്ക് ദൃഷ്ടാന്തം ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ദൃഷ്ടാന്തമായി ഒട്ടകത്ത് നൽകിയതിനെപ്പറ്റി സൂറത്ത് ശുഅറ 154-ലും പ്രസ്താവിച്ചിട്ടുള്ളത് ഇതിന് ഉദാഹരണമാകുന്നു. ഈ ഒടുവിൽ പറഞ്ഞ തരത്തിലുള്ള പ്രവാചകത്വം സ്ഥാപിക്കുന്നതിനുള്ള പ്രത്യക്ഷ ദൃഷ്ടാന്തങ്ങളുടെ ഇനത്തിൽപ്പെട്ട ദൃഷ്ടാന്തങ്ങളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയെ അയക്കാതിരിക്കുവാനുള്ള കാരണമത്രേ അള്ളാഹു മുൻ വചനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് വേറെ വചനങ്ങളിലുള്ളതുപോലെ ദൃഷ്ടാന്തങ്ങൾ നൽകുക എന്നോ കൊണ്ടുവരിക എന്നോ മറ്റോ പറയാതെ ദൃഷ്ടാന്തങ്ങളുമായി അയക്കുക എന്ന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതും. മാത്രമല്ല, മുൻ സമുദായങ്ങൾ കളവാക്കിയതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദൃഷ്ടാന്തങ്ങളുമായി അയക്കാതിരുന്നതെന്ന് പറഞ്ഞതോടൊപ്പം തന്നെ സമൂദ് ഗോത്രത്തിന് കണ്ടറിയാവുന്ന പ്രത്യക്ഷമായ ഒരു ദൃഷ്ടാന്തമായി
ഒട്ടകത്തെ നൽകിയെന്നും അവരതിനെ ആക്രമിച്ചുവെന്നും അള്ളാഹു പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെടാതിരുന്നിട്ടുള്ള ദൃഷ്ടാന്തങ്ങൾ ഇത്തരത്തിലുള്ള ദൃഷ്ടാന്തങ്ങളാണ് എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അല്ലാത്ത പക്ഷം ഒട്ടകത്തിൻ്റെ ഉദാഹരണത്തിന് ഇവിടെ പ്രസക്തിയില്ല. ഒട്ടകത്തെപ്പറ്റി കാണത്തക്കത് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നതും ശ്രദ്ധേയമാകുന്നു. ഈ വചനത്തിൻ്റെ അവസാനത്തിൽ ഭയപ്പെടുത്തുവാനായിട്ടല്ലാതെ നാം ദൃഷ്ടാന്തങ്ങളുമായി അയക്കാറില്ല എന്നും അള്ളാഹു പറഞ്ഞിരിക്കുന്നു. പ്രത്യക്ഷത്തിൽ അറിയാവുന്നതും ശത്രുക്കളെ വെല്ലുവിളിക്കുന്നതും നിഷേധിക്കുന്നവർക്ക് ശിക്ഷയെക്കുറിച്ച് താക്കീതോടുകൂടിയതുമായ പ്രത്യക്ഷ ദൃഷ്ടാന്തങ്ങളാണ് ഇവിടെ ഉദ്ദേശമെന്ന് ഈ വാക്യവും കാണിക്കുന്നു. അല്ലാത്തപക്ഷം ഭയപ്പെടുത്തലിന് സ്ഥാനമില്ലല്ലോ. ചുരുക്കി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയിൽ നിന്ന് ഖുർആൻ അല്ലാത്ത യാതൊരു മുഅ്ജിസത്തും വെളിപ്പെട്ടിട്ടില്ലെന്നോ വെളിപ്പെടുവാൻ നിവൃത്തിയില്ലെന്നോ ഈ വചനത്തിൽ മറ്റു ഖുർആൻ വചനങ്ങളിലും പ്രസ്താവിച്ചിട്ടില്ല. മുൻ പ്രവാചകന്മാരുടെ ദിവ്യ ദൗത്യങ്ങൾ സ്ഥാപിക്കുന്നതിനു വേണ്ടി അവരെ ചില പ്രത്യക്ഷ ദൃഷ്ടാന്തങ്ങളോടുകൂടി അയക്കാറുണ്ടായിരുന്നതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയെ അത്തരം ദൃഷ്ടാന്തങ്ങളുമായി അള്ളാഹു അയച്ചിട്ടില്ലെന്നും മുൻ സമുദായങ്ങൾ ചെയ്തതുപോലെ ആ ദൃഷ്ടാന്തങ്ങളെ വ്യാജമാക്കി ഈ സമുദായം ശിക്ഷയ്ക്ക് പാത്രമാകാതിരിക്കാനാണ് അങ്ങനെ അയക്കാതിരുന്നതെന്നുമാണ് ഈ വചനം മുഖേന അള്ളാഹു അറിയിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ സ്ഥാപിക്കുന്നതിന് ഖുർആൻ പോലെ ബുദ്ധിപരമായ ദൃഷ്ടാന്തങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ടിട്ടുള്ളതിനോ ആ പ്രവാചകത്വത്തെ കൂടുതൽ ബലപ്പെടുത്തുമാറുള്ള വല്ല മുഅ്ജിസത്തുകളും തിരുമേനിയിൽ നിന്ന് അള്ളാഹുവിൻ്റെ ഉദ്ദേശ്യമനുസരിച്ച് വെളിപ്പെട്ടിട്ടുള്ളതിനോ ഈ ഖുർആൻ വചനം ഒട്ടും എതിരാകുന്നില്ല. അടിക്കുറിപ്പ്: സൂറത്തു ഇസ്രായിലെ പ്രസ്തുത വചനത്തിൻ്റെ താൽപ്പര്യമനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ പ്രവാചകത്വം സ്ഥാപിക്കുന്നതിന് തെളിവായി അസാധാരണ സംഭവങ്ങളെ അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല എന്ന് പ്രസ്താവിച്ച ശേഷം മർഹൂം അല്ലാമ സയ്യിദ് ഖുതുബ് ഇപ്രകാരം പറയുന്നു: ഫഅമ്മാ മാ വഖഅ ഫിഅലൻ ലിറസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഖവാരിഖി ഷഹിദ്തു ബിഹി റിവായാത്തുൻ സഹീഹ ഫകാന ഇക്രാമൻ മിനല്ലാഹി ലിഅബ്ദിഹി ലാ ദലീലൻ ലിഇസ്ബാതി റിസാലത്തിഹി ഫീ ദിലാലിൽ ഖുർആൻ ഫീ സൂറത്തിൽ ഖമർ. എന്നാൽ ബലവത്തായ നിവേദനങ്ങൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ചില അസാധാരണ സംഭവങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിക്ക് യഥാർത്ഥത്തിൽ സംഭവിക്കുകയുണ്ടായതാകട്ടെ അത് അള്ളാഹുവിൽ നിന്നും അവൻ്റെ അടിമയെ അഥവാ റസൂലിനെ ആദരിച്ചു കൊണ്ടുള്ളതായിരുന്നു. റിസാലത്തിനെ അഥവാ ദിവ്യദൗത്യത്തെ സ്ഥാപിക്കുന്നതിനുള്ള തെളിവായിട്ടല്ല. നാം മേൽ ചൂണ്ടിക്കാട്ടിയ ആശയം തന്നെയാണ് ഈ പ്രസ്താവനയിലും അടങ്ങിയിട്ടുള്ളത്. വിശദീകരണം തുടരുന്നു. ഈ ഖുർആൻ വചനത്തെയും മറ്റു ചില വചനങ്ങളെയും ദുർവ്യാഖ്യാനം ചെയ്യുകയും നിരാക്ഷേപം സ്ഥാപിതമായ പല ഹദീസുകളെയും പ്രബലമായ പല ചരിത്ര രേഖകളെയും കണ്ണടച്ച് നിഷേധിക്കുകയും ചെയ്തുകൊണ്ടല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനിയുടെ മുഅ്ജിസത്തുകളെ നിഷേധിക്കുവാൻ ആർക്കും സാധ്യവുമല്ല. പക്ഷേ കഥാഗ്രന്ഥങ്ങളിലും മറ്റും കാണുന്നതും പൊതുജനങ്ങൾക്കിടയിൽ പ്രചാരത്തിലിരിക്കുന്നതുമായ അനേകം മുഅ്ജിസത്തുകൾ വ്യാജനിർമ്മിതവും അടിസ്ഥാനരഹിതവുമാണെന്നത് ഒരു പരമാർത്ഥമാകുന്നു. ഇക്കാരണത്താൽ അനിഷേധ്യമായ തെളിവുകളോടുകൂടി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള എല്ലാ അസാധാരണ സംഭവങ്ങളെയും അടിയോടെ നിഷേധിക്കുന്നത് ന്യായമല്ലല്ലോ. ന്യായമല്ലെന്നു മാത്രമല്ല, അത് അനിസ്ലാമികമായ ഒരു ധിക്കാരം കൂടിയാണ്.